ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ അച്ചാറാണ്. അതിനായിട്ട് 4 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് മാങ്ങ ഞാൻ തൊലിയെല്ലാം നന്നായി കഴുകിയ ശേഷം തൊലിയെല്ലാം കഴുകി വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് മാങ്ങയുടെ തൊലി വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് നല്ല പുളിയുള്ള മാങ്ങയാണ്. പുളിയുള്ള മാങ്ങയായിരിക്കും അച്ചാറിന് നല്ലത്. ഇതിനെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കാണിക്കാം. കട്ട് ചെയ്യുമ്പം കുഞ്ഞായിട്ട് കട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ മാങ്ങയും ഒരുപോലെ കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിലോട്ട് ഞാൻ എന്നെടുക്കുന്ന വെച്ചാൽ ഉപ്പിട്ട് കൊടുക്കാൻ പോവാണ്. ഒരു 1.5 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് തിരുമ്മി വെക്കുക. അതെന്തിനാണ് തിരുമ്മെന്ന് ചോദിച്ചാൽ മാങ്ങയിൽ ഉപ്പ് പിടിക്കാനും ഇതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങും. ഒരു 2 മണിക്കൂർ ഇങ്ങനെ നിങ്ങൾ തിരുമ്മി വെക്കുകയാണെങ്കിൽ അന്ന് തിരുമ്മി വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാലാണ് വളരെ നല്ലത്. അച്ചാർ ഉണ്ടാക്കുമ്പോൾ വളരെ നല്ല ടേസ്റ്റ്. ഇനി നമുക്ക് രുചികരമായിട്ടുള്ള അച്ചാർ മാങ്ങ അച്ചാർ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ നല്ലെണ്ണ ഒഴിക്കുകയാണ്. നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ആണ് ഒഴിച്ചിരിക്കുന്നത്. നല്ലെണ്ണ എന്തിനാണ് ഒഴിക്കുന്നതെന്ന് ചോദിച്ചാൽ അച്ചാർ കേടാകാതിരിക്കാനാണ്. ഇപ്പോൾ നിങ്ങൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നെങ്കിൽ വെളിച്ചെണ്ണ, അതായത് പെട്ടെന്ന് തീർക്കാവുന്ന ആണ് ഉപയോഗിക്കുന്നെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. പക്ഷെ നല്ലെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അച്ചാർ കേടുകൂടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എണ്ണ ചൂടാൻ ശേഷം കടുകും ഉലുവയും ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്തു. 1 ടേബിൾ സ്പൂണോളം കടുകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഉലുവ 1/2 ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കുകയാണ്. എട്ട് കഷ്ണം വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചതാണ്. ഇവിടുത്തെ വെളുത്തുള്ളി വളരെ വലിയതായതുകൊണ്ടാണ് ഞാൻ അത്ര എടുത്തുള്ളൂ. കുഞ്ഞതാണെങ്കിൽ ഒരു കൂടം നിങ്ങൾക്ക് എടുക്കാം. ഇതിലോട്ട് നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി വരട്ടണം. നീളത്തിലും വെളുത്തുള്ളി ഇടാം. അതിലും കുറച്ചുകൂടി നല്ലതാണ്. ചതച്ചിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പം നല്ല ടേസ്റ്റാണ്. ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മുളക് പൊടി ഇടുവാണ്. മുളക് പൊടി ഇട്ടേക്കുന്നത് ഞാൻ 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, 1.5 ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടി വെള്ളത്തിൽ ചാലിച്ച് ഇട്ടേക്കുവാണ്. പിന്നെ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതായത് 1/4 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും 1.5 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1/4 ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ട്. മണം നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന മാങ്കോ ആയതുകൊണ്ടാണ് മഞ്ഞൾ പൊടി ഇട്ടിരിക്കുന്നത്. കാശ്മീരി മുളക് പൊടി ആണെങ്കിലും കളറും ഒന്ന് ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അഥവാ ഡയറക്റ്റ് നിങ്ങൾ ഇടുവാണെങ്കിൽ തീ ഭയങ്കര ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടേ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമുക്ക് ഇതിലോട്ട്, അതായത് ഞാൻ മാങ്ങ ഉപ്പിലിട്ട് 2 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വെള്ളം ഒഴിക്കുവാണ്. അതിലോട്ട് ഞാനൊരു 1/2 ടീസ്പൂണോളം വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. കൂട്ടി ഇളക്കാം. നിങ്ങൾക്ക് വെള്ളം ഇച്ചിരി ലൂസായിട്ട് ചാറ് പോലെ ഇരിക്കണമെങ്കിൽ ഇച്ചിരി വെള്ളം കൂടി, അതായത് പച്ചവെള്ളം ഒഴിക്കല്ല, തിളച്ച വെള്ളം, ചൂടുവെള്ളം ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം മാത്രമേ ഇടാവുള്ളൂ. വിനാഗിരി ഇടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അച്ചാർ കേടാകാതിരിക്കാനൊക്കെയാണ് വിനാഗിരി ഇടുന്നത്. 1/4 ടീസ്പൂണോളം കായ ഇട്ട് കൊടുത്തു. അപ്പം നമ്മുടെ ഇതെല്ലാം ആയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്യുവാണ്. തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ
മാങ്ങ ഇട്ട് കൊടുക്കാവുള്ളൂ. മാങ്ങ ഇതിൽ ഉപ്പിട്ട് ഞാൻ തിരുമ്മി വെച്ചേക്കുവാണ്. തീ ഓഫ് ചെയ്ത് നീ കൂട്ടി ഇളക്കാം. ഇത് കുപ്പി തണുത്തതിന് ശേഷം നന്നായിട്ട് കഴുകി ഉണങ്ങിയ കുപ്പിയിൽ സൂക്ഷിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നനവുണ്ടെങ്കിൽ പെട്ടെന്ന് പൂത്തു പോകും. കണ്ടോ, വളരെ പെട്ടെന്ന് തയ്യാറാക്കിയ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇത് 2 ദിവസം കഴിഞ്ഞിട്ട് എടുത്ത് വേണമെങ്കിൽ വളരെ നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയേ ഉണ്ടാക്കിയിട്ടുള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വിഷു സദ്യ സ്പെഷ്യൽ മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കിയിട്ട് പിക്ചേഴ്സൊക്കെ അയച്ചു തരിക. പിന്നെ സദ്യക്ക് മാത്രമല്ല, നമ്മളെ കഞ്ഞിയൊക്കെ ഉണ്ടാക്കുമ്പോഴാണെങ്കിലും ഈ അച്ചാറൊക്കെ കൂട്ടുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത റെസിപ്പി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.